WHO ഒരു ഹെൽത്ത് കൺസേൺ ഉണ്ട്. അതിൽ പറയുന്നത് വ്യക്തി ഒരാൾ എന്നുള്ളത് അയാൾ കംപ്ലീറ്റ് ഹെൽത്തി ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് രോഗം ഉണ്ടായിക്കൊള്ളണമെന്ന്, രോഗമില്ലാത്തൊരു കണ്ടീഷൻ എന്നുള്ളതല്ല. ബോഡി, മൈൻഡ്, സൊസൈറ്റി ആൻഡ് സ്പിരിച്വൽ, 4 കാര്യം അയാൾ എന്തായിരിക്കണം, പ്രോപ്പറായിരിക്കണം. അപ്പോൾ ബോഡി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അയാളെ ഫുഡ്, വ്യായാമങ്ങൾ, എക്സസൈസ്, ഉറക്ക് കാര്യങ്ങളൊക്കെയാണ്. മൈൻഡ് എന്ന് പറഞ്ഞാൽ അത് ദൈവികമായിട്ടുള്ളൊരു അടുപ്പം, മാനസികമായിട്ടൊരു ആശ്വാസം, ടെൻഷൻ, സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ കുറക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നോമ്പിൽ ഏറ്റവും കൂടുതലുള്ളതാണ് ഇഫ്താർ സംഗമങ്ങളും അതുപോലെ ഫാമിലി മീറ്റിംഗ്സ്, ജമാഅത്ത് നിസ്കാരങ്ങൾ, ഒന്നിച്ചു കൂടിയിട്ടുള്ള നിസ്കാരങ്ങൾ, പ്രത്യേകിച്ച് തറാവി നിസ്കാരം, 20 റക്അത്ത് തറാവി നിസ്കാരമൊക്കെ ഒരു സംഗമങ്ങളാണ്. അപ്പോൾ ഒരു സൊസൈറ്റി ആയിട്ട് ഒരു ബിൽഡ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ സ്പിരിച്വലായിട്ട് അഥവാ പടച്ചോനിലേക്ക് കൂടുതലായിട്ട് അടുക്കാൻ പറ്റിയൊരു സമയമാണ്. അപ്പോൾ ഈ WHO പറഞ്ഞ ഈ കൺസെപ്റ്റിന് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു സമയമാണ് നോമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോമ്പിൽ വേറൊരു പ്രത്യേകതയുണ്ട്. നോമ്പ് 30 ദിവസമാണ് നോമ്പുള്ളത്. റംസാനിലെ നോമ്പുകൾ 30 ദിവസം. അപ്പോൾ 30 ദിവസം എന്ന് പറയുമ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ പറയുന്നത് 21 ദിവസം ഒരാൾ കറക്റ്റായിട്ടൊരു സാധനം മെയിൻറ്റെയിൻ ചെയ്ത് അത് അയാളെ ലൈഫ് സ്റ്റൈലായി മാറും എന്നുള്ള, അഡാപ്റ്റായി വരും എന്നുള്ള.